സെക്രട്ടേറിയറ്റ് കെട്ടിടം പുതുക്കിപ്പണിയുവാൻ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. അടിയന്തരമായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുവാനും രണ്ടാം നമ്പർ അനക്സ് കെട്ടിടത്തിന്റെ വിപുലീകരണം വേഗത്തിലാക്കുവാനും ഉദ്യോഗസ്ഥതല യോഗത്തിൽ തീരുമാനമായി. സെക്രട്ടേറിയറ്റ് വളപ്പിനകത്തെ നായശല്യത്തിന് പരിഹാരമടക്കം നിരവധി നിർദ്ദേശങ്ങളാണ് അഡീഷണൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗം പരിഗണിച്ചത്. സമയത്ത് അറ്റകുറ്റപ്പണിയില്ലാതെ സെക്രട്ടേറിയറ്റ് കെട്ടിടത്തിൽ വലുതും ചെറുതുമായ അപകടങ്ങൾ പതിവാണ്. സെക്രട്ടേറിയറ്റ് കെട്ടിടം ആകെ പുതുക്കി പണിയാനാണ് പിണറായി വിജയൻ സർക്കാരിന്റെ പദ്ധതി. ഇതിനായി വിശദമായ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കും. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ജനുവരി 20 ചേർന്ന യോഗം ഹൌസ് കീപ്പിംഗ് സെല്ലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാം നമ്പർ അനക്സ് കെട്ടിടത്തിന്റെ വിപുലീകരണവും വേഗത്തിലാക്കും. സെക്രട്ടേറിയറ്റ് വളപ്പിൽ സ്ഥാപിച്ച ബയോഗ്യാസ് പ്ലാന്റ് ട്രയൽ റൺ നടത്തി എത്രയും പെട്ടെന്ന് ഉപയോഗക്ഷമമാക്കും. ഗാർഹിക മാലിന്യം സെക്രട്ടേറിയറ്റിനകത്തു കൊണ്ടുവന്ന് വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. ഇലക്ട്രോണിക് മാലിന്യം അന്നന്ന് തന്നെ സംസ്കരിക്കുവാനും ഉപയോഗശൂന്യമായ വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്തു നിന്ന് അടിയന്തരമായി മാറ്റുവാനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെരുവ് നായശല്യം രൂക്ഷമായെന്ന് വിലയിരുത്തിയ യോഗത്തിൽ സെക്രട്ടേറിയറ്റ് വളപ്പിൽ നിന്ന് നായ്ക്കളെ തുരത്തുവാൻ പൊതുഭരണ വകുപ്പിന് കീഴിലെ ഹൌസ് കീപ്പിംഗ് സെല്ലിന് നിർദ്ദേശം നൽകി. ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കുമായി ഒരു ഫിസിയോതെറാപ്പി സെന്റർ സെക്രട്ടേറിയറ്റിൽ ഒരുക്കുന്നതിനെക്കുറിച്ചും കാര്യമായ ആലോചനയുണ്ട്. അതിനിടെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും IT സെക്രട്ടറിയുമായിരുന്ന M. ശിവശങ്കറിന്റെ പേര് പറയാതെ മുഖ്യമന്ത്രി പരാമർശം നടത്തി. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് വികസനത്തിൽ വലിയ പങ്ക് വഹിച്ച ഉദ്യോഗസ്ഥന്റെ മികവ് ഈ ഘട്ടത്തിൽ ഓർക്കുന്നുവെന്ന് പിണറായി വിജയൻ പറഞ്ഞു. പക്ഷേ വ്യക്തിപരമായ ദൗർബല്യത്തിന്റെ പേരിൽ അദ്ദേഹം വലിയ വേട്ടയാടൽ നേരിടേണ്ടി വന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്റ്റാർട്ടപ്പ് മേഖലയിലും 2023-2024 കാലഘട്ടത്തിൽ വലിയ വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതൊരാൾ വിളിച്ചു പറഞ്ഞപ്പോൾ എന്തൊരു പുകിലാണ് ഉണ്ടായതെന്നും ശശി തരൂരുമായി ബന്ധപ്പെട്ട വിവാദം സൂചിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞു.